ദിവസങ്ങൾ ഊഷ്മളവും കുട്ടികളുടെ ചിരിയും അന്തരീക്ഷത്തിൽ നിറഞ്ഞിരുന്ന ഒരു ചെറിയ പട്ടണത്തിൽ ജെയ്സൺ എന്ന ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ചക്ക വിൽക്കുന്നതിൽ അസാമാന്യമായ കഴിവ് ഉണ്ടായിരുന്നതൊഴിച്ചാൽ ജേസൺ മറ്റേതൊരു 6ാം ക്ലാസ്സുകാരനെയും പോലെയായിരുന്നു. ഓരോ വർണ്ണാഭമായ റാപ്പറിനുള്ളിലും 5 ചവച്ച വടികളുള്ള തന്റെ പൊതികൾ വെറും 25 സെന്റിന് വിറ്റു. അവനിൽ നിന്ന് വാങ്ങാൻ സഹപാഠികളെ ബോധ്യപ്പെടുത്തുന്നത് എളുപ്പമാക്കുന്ന ആകർഷകമായ പുഞ്ചിരിയും പകർച്ചവ്യാധി ഉത്സാഹവും ഉണ്ടായിരുന്നു. മറ്റു കുട്ടികൾ കളിപ്പാട്ടങ്ങൾക്കോ ലഘുഭക്ഷണത്തിനോ വേണ്ടി അവരുടെ അലവൻസ് ചെലവഴിച്ചപ്പോൾ തന്റെ ചെറിയ നിക്ഷേപം അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു ബിസിനസ്സാക്കി മാറ്റാൻ ജേസൺ ഒരു വഴി കണ്ടെത്തി. അദ്ദേഹത്തിന്റെ സംരംഭകത്വ മനോഭാവം മറ്റുള്ളവർക്ക് അവഗണിക്കാനാകാത്ത ഒരു തീപ്പൊരി പ്രകാശിപ്പിച്ചു. എല്ലാ ദിവസവും വിശ്രമവേളകളിൽ ഒരു ചെറിയ കടയുടമയെപ്പോലെ അവന്റെ ബാഗ് നിറയെ ചക്കയുമായി അവൻ കളിസ്ഥലത്ത് കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാമായിരുന്നു. ഒരു ക്വാർട്ടറിന് 5 വടി, കുറച്ച് ആർക്ക് വേണം? തന്റെ മറഞ്ഞിരിക്കുന്ന നിധിയിലേക്ക് ആംഗ്യം കാട്ടി അയാൾ നിലവിളിച്ചു. അധികം താമസിയാതെ അവന്റെ ക്ലാസ്സിലെ കുട്ടികൾ അറിഞ്ഞത് ജെയ്സണാണ് ചക്കയ്ക്കു വേണ്ടിയുള്ള ആളാണെന്ന്. ഒരു നല്ല ദിവസം അവൻ ധാരാളം വിറ്റു. അവന്റെ മനസ്സിൽ ജെയ്സൺ താൻ ഉണ്ടാക്കുന്ന എല്ലാ ലാഭവും കണക്കാക്കാൻ തുടങ്ങി. അയാൾക്ക് 25 സെന്റിന് ഒരു പായ്ക്ക് ചക്ക വിൽക്കാൻ കഴിയുമെങ്കിൽ അതിനർത്ഥം വിൽക്കുന്ന ഓരോ പായ്ക്കിനും അവൻ തന്റെ നിക്ഷേപത്തിൽ നിന്ന് ഒരു മുഴുവൻ $1 സമ്പാദിക്കുന്നു. ചക്ക മാത്രമല്ല, ശോഭനമായ ഭാവിയും അവൻ കണ്ടു. കാര്യങ്ങൾ ശരിയായി നടന്നാൽ സ്കൂളിൽ ഉപേക്ഷിച്ച വർഷങ്ങളിൽ $1500 സമ്പാദിക്കാൻ തനിക്ക് കഴിയുമെന്ന്. ഈ ആശയം അവനിൽ ആവേശം നിറച്ചു. ആ പണം കൊണ്ട് അവൻ എന്തു ചെയ്യും? ഒരുപക്ഷേ ഒരു ബൈക്ക്, അതോ കോളേജിനായി ലാഭിക്കുന്നുണ്ടോ? ജേസൺ തന്റെ ചെറുകിട ബിസിനസ് വളർത്തുന്നത് അവന്റെ സുഹൃത്ത് ബെൻ ഭയത്തോടെ നോക്കിനിന്നു. ജെയ്സന്റെ കഴിവുകളെ ബെൻ അഭിനന്ദിച്ചെങ്കിലും തന്നെ അതേ വെളിച്ചത്തിൽ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. നിങ്ങൾക്ക് കഴിയുന്നത്ര നന്നായി വിൽക്കാൻ ആർക്കും കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല, അവൻ തലയാട്ടി സമ്മതിച്ചു. ജെയ്സൺ ഒരു പ്രത്യേക വ്യക്തിയായിരുന്നു. ജെയ്സണിന് ലഭിച്ച പ്രേരണയുടെ സമ്മാനം എല്ലാവർക്കും ഇല്ലെന്ന് ബെൻ മനസ്സിലാക്കി. ഒരു ദിവസം അവർ വിശ്വസ്തയോടെ പിന്തുടരുകയാണെങ്കിൽ ആരെയും സമ്പന്നരാക്കാൻ കഴിയുന്ന ഒരു മാന്ത്രിക സൂത്രവാക്യം പരസ്യപ്പെടുത്തിയ ഒരു പുസ്തകത്തിൽ ഇടറി. ഈ രഹസ്യ അറിവ് പ്രയോഗിച്ച് അവരുടെ സാമ്പത്തിക ഭാവിയെ മാറ്റിമറിച്ച ആളുകളുടെ വാഗ്ദാനമായ കഥകളാൽ അത് വായനക്കാരെ കളിയാക്കി. ഈ ആശയത്തിൽ ബെൻ തന്റെ കണ്ണുകൾ ഉരുട്ടിയപ്പോൾ ജേസൺ ആകർഷിച്ചു. അവൻ മാന്ത്രിക വിദ്യയിൽ വിശ്വസിച്ചില്ല, എന്നാൽ അവൻ തന്നിൽ തന്നെ വിശ്വസിച്ചു. ഒരുപക്ഷേ മാന്ത്രിക ഫോർമുല അവനെ വഴിയിൽ സഹായിച്ചേക്കാം. അവർ നിക്ഷേപ ചർച്ചയിലേക്ക് ആഴത്തിൽ ഇറങ്ങിയപ്പോൾ വിഡ്ഢിത്തമുള്ള കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ഈ കമ്പനിയെക്കുറിച്ച് അവർ കേട്ടു. ഹൂപ്പി തലേണകൾ, ചൊറിച്ചിൽ പൊടി, അനുകരണനായ ഛർദി. അതിനു പിന്നിലുള്ള സംരംഭകർ അഭിവൃദ്ധി പ്രാപിച്ചു. അവർ പണമുണ്ടാക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. ജേസൺ സ്കൂളിൽ ഉണ്ടായിരുന്നതുപോലെ അവർ അത് വലിയ തോതിൽ ചെയ്യുന്നു എന്നതൊഴിച്ചാൽ. തന്റെ ബിസിനസ് മോഡൽ എങ്ങനെ വികസിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ആശയങ്ങളുമായി ജേസന്റെ മനസ്സ് ഓടിക്കൊണ്ടിരുന്നു. അയാൾക്ക് വിപുലീകരിക്കാനോ മറ്റു കുട്ടികളുമായി സഹകരിക്കാനോ കഴിയും. കൂടുതൽ ലാഭത്തിനായി അവരുടെ വിഭവങ്ങൾ ശേഖരിക്കാം. യൗവനത്തിന്റെ ആവേശം ഉണ്ടായിരുന്നിട്ടും തന്റെ പണം നിക്ഷേപിക്കുന്നതിനുള്ള വ്യത്യസ്ത ഓപ്ഷനുകളെക്കുറിച്ച് ജേസൺ പഠിച്ചു. അവന്റെ വരുമാനം ബാങ്കിൽ കൊണ്ടുപോയി ചെറുതായി വളരാൻ അനുവദിക്കാം, അല്ലെങ്കിൽ തന്റെ സഹജവാസനയിൽ വിശ്വസിച്ച് സ്ഥിരവരുമാനം നേടാമെന്ന് അറിഞ്ഞുകൊണ്ട് അയാൾക്ക് ലാഭം കടം കൊടുക്കാം. സാധ്യതകളാൽ പാകമായ നിരവധി പാതകൾ അവനു മുന്നിലുണ്ട്. അവ പര്യവേക്ഷണം ചെയ്യാൻ ജേസൺ ഉത്സുകനായിരുന്നു. ശ്രദ്ധേയമായ വിൽപ്പനയോടെ ജേസന്റെ ചക്ക വ്യാപാരം അഭിവൃദ്ധിപ്പെടാൻ തുടങ്ങി. വാസ്തവത്തിൽ അടുത്ത വർഷം മാത്രം അദ്ദേഹം $10 ദശലക്ഷം വിറ്റു. അതെ, നിങ്ങൾ വായിച്ചത് ശരിയാണ്, $10 മില്യൺ വിലമതിക്കുന്ന മിഠായി പൂശിയ സ്വപ്നങ്ങൾ. അവൻ വലിയ സ്വപ്നം കണ്ടു. അവന്റെ വിജയം പൊട്ടിത്തെറിക്കുകയും തന്റെ ഗം സാമ്രാജ്യത്തിന്റെ മൂല്യനിർണ്ണയത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. തന്റെ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം അർത്ഥമാക്കുന്നത് തന്റെ ബിസിനസ്സിന് ഏകദേശം $12 മില്യൺ മൂല്യമുണ്ടെന്ന് അദ്ദേഹം കണക്കാക്കി. നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ആരുമായും അതിൽ നിന്ന് ഒരു ഭാഗം പങ്കിടാൻ അദ്ദേഹം തയ്യാറായിരുന്നു. ഓരോ തവണയും അദ്ദേഹം ഈ ആശയം പങ്കുവെക്കുമ്പോൾ സാധ്യതയുള്ള ഒരു നിക്ഷേപകൻ തന്റെ ലാഭത്തിന്റെ ഒരു ഭാഗത്തിന് എന്ത് നൽകുമെന്ന് അദ്ദേഹം കണക്കാക്കി.
അപ്പോഴാണ് അവനും ബെന്നും ബിസിനസ്സിന്റെ 1% $120,000 എന്ന സംഖ്യയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. അതൊരു സാങ്കൽപ്പിക സാഹചര്യം മാത്രമായിരുന്നു, എന്നിട്ടും ഇരുവരുടെയും ആവേശം കുതിച്ചുയർന്നു. എന്നാൽ കണക്കുകൾ മാത്രം മുഴുവൻ കഥ പറഞ്ഞില്ല. ഒരു ക്ലോക്കിൽ മിനിറ്റുകൾ എങ്ങനെ സഞ്ചരിക്കുന്നു എന്നതുപോലെ ഓഹരി വിലകളുടെയും ലാഭത്തിന്റെയും പാറ്റേണുകൾ നിരീക്ഷിക്കാൻ അവർ പഠിച്ചു. സീസണുകൾ പോലെയോ കാലാവസ്ഥ പോലെയോ വിലകൾ എങ്ങനെ ചാഞ്ചാടുന്നു, സന്തോഷത്തിന്റെയോ നിരാശയുടെയോ സമയങ്ങളിൽ മാറുന്നത് അവർ കണ്ടു. ഒരു സ്പോർട്സ് ടീമിലെ കളിക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചിരി പൊട്ടിപ്പുറപ്പെട്ടു. വിജയത്തിലേക്ക് നയിക്കാൻ ആ ഒരു മികച്ച അത്ലറ്റിനെ എല്ലാവരും പ്രതീക്ഷിച്ചു. എന്നിട്ടും നിക്ഷേപം ഒരു റോളർ കോസ്റ്റർ സവാരി പോലെയാണെന്ന് ജേസൺ മനസ്സിലാക്കി. അത് ഒരേ സമയം ആഹ്ലാദകരവും ഭയപ്പെടുത്തുന്നതുമായിരിക്കാം. സാമ്പത്തിക പദാവലിയിലും സമ്പ്രദായങ്ങളിലും മുഴുകിയപ്പോൾ അവർ സുരക്ഷയുടെ മാർജിൻ ഇനെക്കുറിച്ച് പഠിച്ചു. അത് ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്റ്റോക്കുകൾ വാങ്ങുന്നുവെന്ന് ഉറപ്പാക്കുന്ന തത്വമാണ്. അങ്ങനെ സാധ്യമായ നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. നിർഭാഗ്യവശാൽ അവർ നേടിയെടുക്കുന്ന എല്ലാ അറിവുകളും ഉണ്ടായിരുന്നിട്ടും മാർക്കറ്റ് വിദഗ്ധർ പോലും ചിലപ്പോൾ ബുദ്ധിമുട്ടുന്നു എന്ന വസ്തുതയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. കുട്ടികൾ കരാട്ടെ കിഡ് എന്ന ഒരു സിനിമ കൊണ്ടുവന്നു. അവിടെ നായകൻ കഠിനാധ്വാനത്തിലൂടെ ക്ഷമയും അച്ചടക്കവും പഠിച്ചു. ബന്ധം വ്യക്തമായിരുന്നു. യുവ കരാട്ടെ വിദ്യാർത്ഥിയെപ്പോലെ വിജയത്തിന് വൈദഗ്ധ്യം മാത്രമല്ല, സമർപ്പണവും ആവശ്യമാണെന്ന് ജെയ്സൺ മനസ്സിലാക്കി. ബിസിനസിന്റെ തന്ത്രപ്രധാനമായ വെള്ളത്തിൽ എങ്ങനെ സഞ്ചരിക്കാമെന്ന് പഠിക്കുന്നതിൽ നിന്നുള്ള സമർപ്പണമാണ് അത്. ജേസന്റെ ലാഭം തഴച്ചുവളർന്നു. ചെറുകിട യുവാക്കളുടെ ബിസിനസ്സിൽ നിന്ന് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സംരംഭത്തിലേക്ക് മാറുന്നതിന്റെ പാറ്റേണുകൾ അദ്ദേഹത്തെ ഇടപഴകുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. ചർച്ചകൾക്കും പാഠങ്ങൾക്കുമിടയിൽ തന്റെ ലാഭം കൊണ്ട് ചക്കപ്പൊതികൾ വാങ്ങുന്നത് തുടരാനാകുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. എല്ലാത്തിനുമുപരി ചക്ക ബിസിനസ് മാത്രമായിരുന്നു അദ്ദേഹത്തിന് അറിയാവുന്നത്. കാലക്രമേണ ആൺകുട്ടികളുടെ സംഭാഷണങ്ങൾ വികസിച്ചു. അവർ അവരുടെ സ്കൂൾ ടർഫിന് പുറത്തുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. ഒരു യഥാർത്ഥ ബിസിനസ്സുകാരനായിരിക്കുക എന്നതിന്റെ അർത്ഥത്തിലേക്ക് അവർ കടന്നു. അവർ ഉത്സാഹത്തോടെ സാമ്പത്തിക പുസ്തകങ്ങളുടെയും സംവാദതന്ത്രങ്ങളുടെയും പേജുകൾ മറിച്ചു. അത് വലുതാക്കിയതും മങ്ങിയതുമായ കമ്പനികളുടെ ഉദാഹരണങ്ങൾ പകരും. കാലത്തിന്റെയും മത്സരത്തിന്റെയും കാറ്റിനെ ചെറുക്കാൻ കഴിയുമെങ്കിൽ ഒരു വിത്ത് നട്ടുപിടിപ്പിച്ച് അതിശയകരമായ ഒന്നായി വളരാൻ അനുവദിക്കുന്നതുപോലെ കമ്പനികൾ ഭാവിയിലെ വരുമാനത്തിന്റെ വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്ന് ജേസണിൽ മനസ്സിലായി. ചില സ്ഥാപനങ്ങളുടെ കഥകൾ അദ്ദേഹം അനുസ്മരിച്ചു. അവരുടെ ആദ്യകാല വിജയം ഉണ്ടായിരുന്നിട്ടും നിലനിർത്താനുള്ള വഴികൾ കണ്ടെത്താനായില്ല. ഒടുവിൽ ഭൂപ്രകൃതിയിൽ നിന്ന് അപ്രത്യക്ഷമായി. എന്നിരുന്നാലും ജെയ്സൺ തന്നിൽ തന്നെ വിശ്വസിക്കുകയും പ്രതീക്ഷയുടെയും അഭിലാഷത്തിന്റെയും ആ തീപ്പൊരി നിലനിർത്തുകയും ചെയ്തു. ആവേശം ഒരിക്കലും വിട്ടുമാറിയില്ല. അത് അനന്തമായ വേനൽക്കാല ദിനങ്ങൾ പോലെ തഴച്ചുവളർന്നു. ചക്ക വിൽക്കാൻ മാത്രമല്ല, അക്കങ്ങൾ മനസ്സിലാക്കാനും അതിനപ്പുറമുള്ള ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണാനും താൻ പ്രത്യേകനാണെന്ന് അവനറിയാമായിരുന്നു. മൂലധനം എന്ന ശ്രദ്ധേയമായ ആശയം പോലും അദ്ദേഹം കണ്ടെത്തി. ബുദ്ധിയോടെ കൈകാര്യം ചെയ്താൽ അത് എങ്ങനെ വളരുമെന്നും അത് തനിക്കെതിരെ പ്രവർത്തിക്കുന്നതിനുപകരം അവനുവേണ്ടി പ്രവർത്തിക്കുമെന്നും. ഡിവിഡന്റ് പേയ്മെന്റുകളിലൂടെ ചില ബിസിനസ്സുകൾ എങ്ങനെ പണം സമ്പാദിച്ചുവെന്ന് അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ അത് ഒരു പുതിയ ലോകം തുറന്നു. അത്തരത്തിലുള്ള ബിസിനസ്സുകളുടെ ഉടമയായാൽ എങ്ങനെയിരിക്കുമെന്ന് അദ്ദേഹം സങ്കൽപ്പിച്ചു. വിജ്ഞാനശേഖരണത്തിലൂടെയും പരിശീലനത്തിലൂടെയും കോമ്പൗണ്ടിങ്ങിന്റെ ശക്തി എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ജെയ്സൺ അന്വേഷിച്ചു. തന്ത്രപരമായി നിക്ഷേപിച്ചാൽ കാലക്രമേണ വലിയ സമ്പത്തായി വളരും. തന്റെ സമ്പാദ്യത്തിലേക്ക് നക്ഷത്ര കണ്ണുകളോടെ നോക്കുമ്പോൾ കുട്ടിക്കാലത്തെ മിഠായി ബിസിനസ്സും ഓഹരികളുടെ വിശാലമായ ലോകവും തമ്മിൽ ഒരു സാമ്യം വരയ്ക്കാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പ്രവചനാതീതമായ നീക്കങ്ങളിലൂടെ ഓഹരി വിപണി എങ്ങനെ നൃത്തം ചെയ്യുന്നുവെന്ന് പ്രതിഫലിപ്പിക്കുന്ന ചക്ക ഹിറ്റായ ദിവസങ്ങളുണ്ടായിരുന്നു. അത് പൊളിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. വെല്ലുവിളിയുടെ നിമിഷങ്ങളിൽ മുൻകാല തെറ്റുകളിൽ നിന്ന് അദ്ദേഹം പഠിച്ചു. ലാഭം കുതിച്ചുയർന്നപ്പോൾ വ്യക്തമായ വേനൽക്കാല രാത്രിയിലെ പടക്കം പോലെയായിരുന്നു ആവേശം. ഓരോ സാഹസികതയിലും ആൺകുട്ടികൾ അച്ചടക്കം, ക്ഷമ, പ്രതിരോധം എന്നിവയെക്കുറിച്ചുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു. അവർ സ്റ്റോക്കുകളെക്കുറിച്ചും ഒരു കമ്പനിയിൽ പങ്കാളിയാകുക എന്നതിന്റെ അർത്ഥമെന്താണെന്നും സംസാരിച്ചു. ശരിയായി കൈകാര്യം ചെയ്താൽ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന മൊത്തത്തിലുള്ള ഒരു ഭാഗം.
വിപണിയിലെ ഓരോ തിരിവുകളും തങ്ങളുടെ പ്രദേശം അവകാശപ്പെടാൻ ശ്രമിക്കുന്ന ഒരു എതിരാളിയെ എങ്ങനെ വെളിപ്പെടുത്തും? മത്സരത്തിന്റെ സത്തയെക്കുറിച്ച് അവർ ചിന്തിച്ചു. ഏതൊക്കെ കമ്പനികളാണ് അഭിവൃദ്ധി പ്രാപിക്കുന്നതെന്നും പൂഴ്ത്തിവെക്കാനുള്ള സാധ്യതയുണ്ടെന്നും കണ്ടെത്തുന്ന ദീർഘമായ പാതയാണ് ജേസൺ വിഭാവനം ചെയ്തത്. ചലഞ്ചിൽ ഒരു ആവേശമുണ്ടായിരുന്നു. കളിക്കാർ തമ്മിലുള്ള ആവേശകരമായ ചെസ് കളി. അതിൽ ഓഹരികൾ ഉയർന്നതാണ്. ചില ബിസിനസ്സുകൾ തനിമയിലും എക്സ്ക്ലൂസീവ് സാധനങ്ങളിലും അഭിവൃദ്ധി പ്രാപിച്ചതായി അദ്ദേഹം ശ്രദ്ധിച്ചു. വളർച്ചയ്ക്ക് സാധ്യതയുള്ള നല്ല കമ്പനികളെ തിരിച്ചറിയുന്നതിനുള്ള ശക്തിയെ അദ്ദേഹം അഭിനന്ദിച്ചു. ചിലത് ഭീമാകാരമായ കോർപ്പറേഷനുകളായിരുന്നു. മറ്റുള്ളവ ചെറിയ ഭൂപ്രകൃതികളിലൂടെ ഉയർന്നുവരുന്ന ഓരോന്നും അതിന്റെ അപകടസാധ്യത വാഗ്ദാനം ചെയ്യുന്നു. വിജയിക്കുന്ന ഓഹരികൾ കണ്ടെത്തുന്നതിനുള്ള ഒരു മാന്ത്രിക സൂത്രവാക്യം അവന്റെ മനസ്സിൽ വിരിഞ്ഞു. അത് പ്രത്യേക നേട്ടങ്ങളും ഡീൽ അവസരങ്ങളും തിരിച്ചറിയുന്നതിലേക്ക് അവനെ നയിക്കും. അങ്ങനെ എന്താണ് അന്വേഷിക്കേണ്ടതെന്ന് അറിയുന്നതിലൂടെ ബിസിനസ്സിന്റെ മത്സരലോകത്ത് എങ്ങനെ അതിജീവിക്കാമെന്ന് ജേസൺ പഠിച്ചു. ഒരു നിധി ഭൂപടത്തിന്റെ രഹസ്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതുപോലെ മിന്നുന്ന സാധ്യതകളിലേക്ക് അവനെ നയിക്കുന്ന സൂചനകൾ ജേസൺ കണ്ടെത്തി. ഋതുക്കൾ മാറുന്നതിനനുസരിച്ച് ജേസന്റെ ഗം സാമ്രാജ്യം ഉയർന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ചിന്തകൾ ദീർഘകാല വീക്ഷണത്തിലേക്ക് കൂടുതൽ തിരിഞ്ഞു. അവന്റെ മനസ്സിലെ ആ മാന്ത്രിക സൂത്രവാക്യങ്ങൾ വെറും ആശയങ്ങൾ ആയിരുന്നില്ല, വലിയ വിജയങ്ങളിലേക്ക് നയിക്കുന്ന ഒരു വഴികാട്ടിയായി അവർ മാറി. സൗഹൃദത്തിനും കൂട്ടായ പ്രവർത്തനത്തിനും വിജയം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് തന്റെ യാത്രയിൽ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മനസ്സിലാക്കി. സഹപാഠികളുമായി സഹകരിച്ച് അവരുടെ വിഭവങ്ങൾ ശേഖരിക്കുന്നത് അവരെ കൂടുതൽ ശക്തരാക്കി. വെല്ലുവിളികൾ ഒരുമിച്ച് നാവിഗേറ്റ് ചെയ്യാൻ അവർ പഠിച്ചു. അത് അവരിൽ ആരും വിഭാവനം ചെയ്തതിനേക്കാൾ വലിയ പ്രതിഫലങ്ങളിലേക്ക് നയിച്ചു. കഥകൾ, പാഠങ്ങൾ, സാമ്പത്തിക ഉപദേശങ്ങൾ എന്നിവ പങ്കുവയ്ക്കുന്നതിലൂടെയും അവസരങ്ങൾ കണ്ടെത്തുന്നതിലൂടെയും അവരുടെ ഭാവനകളെ ഉയരാൻ അനുവദിക്കുന്നതിലൂടെയും അവരുടെ കളിസ്ഥല സ്വപ്നങ്ങൾ ഭാവി സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനുള്ള പദ്ധതികളായി രൂപാന്തരപ്പെട്ടു. എല്ലായ്പ്പോഴും ജെയ്സൺ തന്റെ ഗം പായ്ക്കുകൾ വിൽക്കുന്ന സന്തോഷത്തിന്റെ ചെറിയ കഷ്ണങ്ങൾ അഭിലാഷത്തിലും ദീർഘവീക്ഷണത്തിലും വേരൂന്നിയ ഒരു അടിത്തറ സൃഷ്ടിച്ചു. ഒരു ബിസിനസ് വളർത്തുക, നിക്ഷേപങ്ങൾ മനസ്സിലാക്കുക, ഓരോ വിജയവും ആഘോഷിക്കുക തുടങ്ങിയ സാഹസികത അവരുടെ ആവേശം ഒരു പാദത്തിൽ ഒന്നായി നിലനിർത്തി. കുട്ടിക്കാലത്തെ അഭിലാഷത്തിന്റെ ചിരിയിൽ വരച്ച വർണ്ണാഭമായ കഥകളായി ജീവിതം പൂത്തുലഞ്ഞു. മോണയും ചിരിയും സൗഹൃദവും നിറഞ്ഞ വർഷങ്ങളായി നെയ്തെടുത്ത സ്വപ്നങ്ങളുടെ സമൃദ്ധി നിറഞ്ഞ ഒരു യക്ഷിക്കഥ. അവർ തങ്ങളുടെ മിഡിൽ സ്കൂൾ യാത്രയുടെ അവസാനത്തോട് അടുക്കുമ്പോൾ അവർ ഹൈസ്കൂളിലേക്ക് നോക്കി. സംരംഭകത്വത്തിന്റെ ആവേശകരമായ ലോകത്തേക്ക് തങ്ങളുടെ ആദ്യ ചുവടുകൾ വെച്ചതായി അവർ മനസ്സിലാക്കി. ചക്കയുടെ ഗന്ധവും പങ്കുവെച്ച അഭിനിവേശങ്ങളിലൂടെ ഊട്ടിയുറപ്പിച്ച സൗഹൃദങ്ങളും ചേർന്ന് തങ്ങൾ തുടക്കത്തിലാണെന്ന് അവർ മനസ്സിലാക്കി. കാലക്രമേണ ജേസന്റെ ഗം സാമ്രാജ്യം പുതിയ വെല്ലുവിളികളും പരീക്ഷണങ്ങളും അവസരങ്ങളും അഭിമുഖീകരിക്കും. വളർച്ചയുടെ ഓരോ ഘട്ടവും സുഹൃത്തുക്കളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഒരുപോലെ പഠിച്ച പാഠങ്ങൾക്ക് സമാനമാണ്. ഇത് ലാഭത്തെക്കുറിച്ചു മാത്രമല്ല, യാത്രയിൽ നിന്നുള്ള ഓരോ സന്തോഷവും, വഴിയിൽ പഠിച്ച ഓരോ പാഠവും, സമ്പത്തിലേക്ക് മാത്രമല്ല, ചോദ്യങ്ങളും ചിരിയും ശാശ്വത സ്വപ്നങ്ങളും നിറഞ്ഞ അർത്ഥവത്തായ ജീവിതത്തിലേക്ക് അവരെ നയിക്കുന്നു. അവരുടെ ഭാവി. അങ്ങനെ ഗം സംരംഭകനായ ജെയ്സന്റെ കഥ വികസിക്കുന്നു. അഭിലാഷം, ആവേശം, നല്ല എന്തെങ്കിലും നിർമ്മിക്കാനുള്ള പഴയ സ്വപ്നങ്ങൾ എന്നിവയിലൂടെ നെയ്തെടുക്കുന്നു. അവന്റെ ബാക്ക്പാക്ക് നിറയെ ചക്കയും ആശയങ്ങളാൽ നിറഞ്ഞ ഹൃദയവുമായി ജെയ്സൺ ആരംഭിക്കുകയായിരുന്നു.